ട്യൂഷൻ സെന്ററിന്റെ കരിങ്കൽ പാകിയ മുറ്റത്ത് ബൈക്കിന്റെ ടയർ ഉരയുന്ന ശബ്ദം കേട്ടതും പാറു പതിയെ താഴേക്കിറങ്ങി. ചുറ്റുമുള്ള വായുവിൽ അപ്പോഴും അമ്മയുടെ കുറ്റപ്പെടുത്തലുകളുടെ ചൂട് ബാക്കിയുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ബൈക്ക് സ്റ്റാൻഡിൽ ഇട്ട് നിർത്തി. "വാ, നമുക്കകത്തേക്ക് കയറാം" എന്ന് പറഞ്ഞെങ്കിലും പാറു ഒന്നും മിണ്ടിയില്ല. അവൾ കേവലം ഒരു യന്ത്രത്തെ പോലെ വെറും തലയാട്ടലിൽ മാത്രം മറുപടി ഒതുക്കി. സിദ്ധാർത്ഥ് വേഗത്തിൽ മുന്നോട്ട് നടന്നപ്പോൾ പാറു ശ്വാസമെടുക്കുന്ന ശബ്ദം പോലും ഉണ്ടാക്കാതെ അവൻ്റെ പിന്നിലായി നടന്നു. ആ നിമിഷമാണ് വരാന്തയുടെ ഇരുണ്ട മൂലയിൽ ചാരി നിന്നിരുന്ന അമലിനെ അവൾ കണ്ടത്. കയ്യിൽ കുറച്ച് പുസ്തകങ്ങളുമായി അവൻ അവളെ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. പാറുവിനെ കണ്ടതും അമലിൻ്റെ മുഖത്ത് ആ പഴയ തെളിച്ചം വിരിഞ്ഞു. "പാറു!" അവൻ അവളെ ലക്ഷ്യമാക്കി പതിയെ നടന്നു. ആ വിളി കേട്ടപ്പോൾ അവൾക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയായി. കാലുകൾ അവിടെ തറഞ്ഞു പോയതുപോലെ. അമൽ അവളുടെ അടുത്ത് വന്ന് നിന്നു. അവനൊരു പുഞ്ചിരിയോടെ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. പക്ഷേ പാറുവിൻ്റെ ഉള്ളിൽ അപ്പോൾ നിറയുന്നത് മരണതുല്യമായ ഭയമാണ്. "നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ," അമൽ പറഞ്ഞു. അവൾ മിണ്ടുന്നില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് ഭയമായിരുന്നു. അമൽ തൻ്റെ കയ്യിലിരുന്ന പുസ്തകങ്ങൾ പതുക്കെ നീട്ടി. "ഇതാ, നിനക്ക് വേണ്ടി ഞാൻ എടുത്തതാ." ആ നിമിഷം പാറുവിൻ്റെ കണ്ണുകൾ അറിയാതെ ആ പുസ്തകങ്ങളിലേക്ക് പാഞ്ഞു. പുതിയ പുസ്തകങ്ങളുടെ ആ മണം, കറുമുറെ മറിയുന്ന താളുകൾ, മറ്റൊരു ലോകത്തേക്ക് തന്നെ ഒന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന ആ കടലാസ് കഷ്ണങ്ങൾ. അവളുടെ മനസ്സിൽ ഒരു നിമിഷം വലിയൊരു സന്തോഷം മിന്നിമാഞ്ഞു. പക്ഷേ തൊട്ടടുത്ത സെക്കൻഡിൽ ആ സന്തോഷം ഒരു കരിന്തീനി നാഗത്തെ പോലെ കടിച്ചമർത്തപ്പെട്ടു. അവൾ ഞെട്ടിപ്പോയി. "വേണ്ട!" അവളുടെ വായിൽ നിന്ന് ആ വാക്ക് കുതിച്ചു ചാടി. അമൽ ഒന്ന് അന്തം വിട്ടുപോയി. നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, "എന്താ പാറു, നിനക്ക് പുസ്തകം ഇഷ്ടമല്ലേ?" എനിക്ക് വേണ്ട അമലേട്ടാ." അവളുടെ ശബ്ദം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. "പാറു, നീ പേടിക്കണ്ട. ഇത് ലൈബ്രറിയിൽ നിന്ന് ഞാൻ എടുത്തതാ. ആരും അറിയാൻ പോകുന്നില്ല." അമൽ അവളെ സമാധാനിക്കാൻ ശ്രമിച്ചു. "എന്നാലും വേണ്ട," അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അവളുടെ ഉള്ളിൽ ആ സമയത്ത് ഒരു വലിയ യുദ്ധം നടക്കുകയായിരുന്നു. വായിക്കണമെന്ന ആഗ്രഹം ഒരു വശത്ത്, വീട്ടിൽ ചെന്നാൽ ആ പുസ്തകം കണ്ട് അച്ഛൻ ചോദിക്കുന്ന ഓരോ ചോദ്യവും മറുവശത്ത്. ആ ഭയം അവളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. അമൽ പുസ്തകങ്ങൾ താഴേക്ക് താഴ്ത്തി. അവൻ്റെ മുഖത്തെ ആവേശം പെട്ടെന്ന് മാഞ്ഞു. "നിനക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം പാറു. നമ്മൾ തമ്മിൽ എത്ര വട്ടം സംസാരിച്ചിട്ടുണ്ട്." ആ വാക്ക് കേട്ടപ്പോൾ പാറുവിൻ്റെ തൊണ്ടയിൽ ഒരു വലിയ ഗോളാകൃതിയിൽ വേദന കുടുങ്ങിക്കിടന്നു. "ഇഷ്ടമാണ്. തനിക്ക് വായനയോട് പ്രണയമാണ്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഇഷ്ടങ്ങൾ പോലും ഒരു വലിയ പാതകമാകുമ്പോൾ താൻ എന്ത് ചെയ്യാനാണ്?" അവൾ ചുറ്റും നോക്കി. "ആരെങ്കിലും കാണുന്നുണ്ടോ? ആരെങ്കിലും ഇതിനെക്കുറിച്ച് അച്ഛനോടോ അമ്മയോടോ പറയുമോ?" "അമലേട്ടാ, വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാൽ എന്തു ചെയ്യും?" അവൾ ചോദിച്ചു. സ്വരം വെറും പിറുപിറുപ്പ് മാത്രമായിരുന്നു. "എന്ത്?" അമലിന് അത്ഭുതം അടക്കാനായില്ല. "ആരിൽ നിന്നെങ്കിലും വാങ്ങിയെന്നറിഞ്ഞാൽ, ആരെങ്കിലും കണ്ടുപിടിച്ചാൽ?" അവളുടെ കണ്ണുകളിൽ നിന്ന് ഉഷ്ണം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. "അതൊരു പുസ്തകമല്ലേ പാറു, ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. അതുമല്ല, നീ ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിക്കൊണ്ടുപോയി വായിച്ചപ്പോൾ ഒന്നും വീട്ടിൽ കണ്ടില്ലല്ലോ." അമൽ സ്വാഭാവികമായി ഉണ്ടായ സംശയത്തോടെ പറഞ്ഞു. "അത് നിങ്ങളൊക്കെ നിസ്സാരമായിരിക്കും." അവൾ ഒരു ചിരി പാസാക്കി. ആ ചിരിയിൽ കയ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. "എനിക്കങ്ങനെയല്ല. ഞാൻ എന്ത് ചെയ്താലും അത് ഇവിടുത്തെ പ്രശ്നമാണ്. ആരോടെങ്കിലും സംസാരിച്ചാൽ പ്രശ്നം, ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ പ്രശ്നം. എന്തിന്? ഞാനൊന്ന് ചിരിച്ചാൽ പോലും ഇവിടെയൊക്കെ പ്രശ്നമാണ്." അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ എന്തിനാണ് ഇത്രയധികം വേദനിക്കുന്നത് എന്ന് പോലും അവൾക്കപ്പോൾ ബോധ്യമില്ലായിരുന്നു. ഇനി ഇതിനെ കൂടി പേരിൽ പഴി കേൾക്കാൻ എനിക്ക് വയ്യ അമലേട്ടാ." അവൾ പറഞ്ഞത് വിറയ്ക്കുന്ന ശബ്ദത്തിലായിരുന്നു. ഉള്ളിൽ അടക്കിപ്പിടിച്ച ഒരു വലിയ അണക്കെട്ട് പൊട്ടിയതുപോലെ അവൾ കരച്ചിൽ നിയന്ത്രിച്ചു. "പാറു, നീ ഇത്രയധികം പേടിക്കണ്ട," അമൽ വീണ്ടും പറഞ്ഞു. "ഇല്ല," അവൾ ഉറപ്പിച്ചു പറഞ്ഞു. "നിങ്ങൾക്കറിയില്ല, സത്യം ആരും അറിയാൻ പോകുന്നില്ല. ഞാൻ എത്ര വലിയൊരു നരകത്തിലാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല." അവിടെ നിശബ്ദത നിറഞ്ഞു. സന്ധ്യയുടെ തണുത്ത കാറ്റ് അവൾക്ക് ചുറ്റും വീശിയടിച്ചു. പക്ഷേ പാറുവിൻ്റെ ഉള്ളിൽ ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെയായിരുന്നു. "ഒരു പുസ്തകം വായിക്കാൻ പോലും ഇത്രയൊക്കെ അനുവാദം ചോദിക്കേണ്ടി വരുന്നുണ്ടോ?"
അമൽ അറിയാതെ വീണ്ടും ചോദിച്ചുപോയി. അവൾക്ക് പുസ്തകങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുമെങ്കിലും ഇങ്ങനെ ഒരു സംശയം അവൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. ആ ചോദ്യം പാറുവിൻ്റെ നെഞ്ചിൽ ഒരു കത്തി ഏറും പോലെ തറച്ചു. ഇത് അനുവാദത്തിൻ്റെ പ്രശ്നമല്ല, അവകാശത്തിൻ്റെ പ്രശ്നമാണ്. താൻ ആരാണെന്ന് പോലും തീരുമാനിക്കാനുള്ള അവകാശമില്ലാത്തൊരവസ്ഥ. എനിക്ക് പോകണം, അവൾ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വെമ്പലോടെ. പാറു, ഒന്ന് നിൽക്ക്, പ്ലീസ് പ്ലീസ് എന്നെ വിട്ടേക്ക്, അവൾ കേണപേക്ഷിച്ചു. അമൽ നിസ്സഹായനായി നിന്നു. അവൾ തിരിഞ്ഞു നടന്നു. ട്യൂഷൻ ക്ലാസിൻ്റെ വാതിലിലൂടെ അകത്തേക്ക് കയറുമ്പോൾ അവളുടെ തോളുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ കരയുകയാണ്. ആരും കാണരുതെന്ന് കരുതി മറച്ചു പിടിക്കുന്ന വേദന. അകലത്തിൽ നിന്ന് സിദ്ധാർത്ഥ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അമലിൻ്റെ കയ്യിലെ പുസ്തകങ്ങളെയും പാറുവിൻ്റെ വിറയ്ക്കുന്ന തോളുകളെയും മാറി മാറി നോക്കി അവൻ അവിടേക്ക് ഓടി വന്നു. എന്താ സംഭവിച്ചത് അമലെ? സിദ്ധാർത്ഥ് തിരക്കി. അമൽ ഒരു ദീർഘനിശ്വാസം വിട്ടു. നമ്മൾ കരുതിയതിലും എത്രയോ മോശമാണ് ആ കുട്ടിയുടെ അവസ്ഥ സിദ്ധു. പുസ്തകം വാങ്ങാൻ പോലും അവൾക്ക് ഇത്രയേറെ പേടിയാണെങ്കിൽ പിന്നെ വീട്ടിൽ എന്ത് നടക്കുന്നുണ്ടാകും? സിദ്ധാർത്ഥിൻ്റെ മുഖം പെട്ടെന്ന് ഗൗരവമായി. അവൻ ട്യൂഷൻ ക്ലാസ്സിൻ്റെ ജനലിലൂടെ അകത്തേക്ക് നോക്കി. എല്ലാവരും സുഹൃത്തുക്കളുമായി തമാശ പറഞ്ഞിരിക്കുന്ന അവസാന ബെഞ്ചിൽ തനിച്ച് തലകുനിച്ചിരിക്കുന്ന പാറു. അവളെ കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. അപ്പോഴാണ് പാറുവിൻ്റെ ബാഗിൽ കിടന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. അവൾ ഞെട്ടി ഫോൺ എടുത്തു. സ്ക്രീനിൽ തെളിഞ്ഞ നമ്പർ കണ്ടതും അവളുടെ രക്തം മരവിച്ചു പോയി. ഇത് വൈശാഖല്ല, താൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത, എന്നാൽ താൻ പേടിക്കുന്ന ആ അജ്ഞാത നമ്പർ. മെസ്സേജ് തുറന്നതും അവളുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. പുസ്തകങ്ങൾ വാങ്ങാൻ തുടങ്ങിയോ പാർവതി? നിന്നെ ഞാൻ കാണുന്നുണ്ട്. ആ ഒരു വരി വായിച്ചതും പാറുവിൻ്റെ വിരലുകളിൽ നിന്ന് ഫോൺ വഴുതിപ്പോകാൻ തുടങ്ങി. ചുറ്റുമുള്ള ലോകം ഇരുളടയുന്നത് പോലെ അവൾക്ക് തോന്നി. താൻ എവിടെ പോയാലും എന്ത് ചെയ്താലും ഒരാൾ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഭയത്തിൻ്റെ ഏറ്റവും ക്രൂരമായ അവസ്ഥയിലൂടെ അവൾ കടന്നു പോകുകയായിരുന്നു. ട്യൂഷൻ ക്ലാസ് അവസാനിച്ചപ്പോൾ പുറത്ത് ഇരുട്ട് കനത്തിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നെങ്കിലും ആ തണുപ്പൊന്നും പാറുവിൻ്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്നില്ല. ക്ലാസ്സിലെ കുട്ടികൾ ഓരോരുത്തരായി ബാഗും തോളിലിട്ട് തമാശകളും ചിരികളുമായി പുറത്തേക്ക് നടന്നു. ആ ബഹളങ്ങളൊന്നും കേൾക്കാത്തതുപോലെ പാറു പതുക്കെ തൻ്റെ പുസ്തകങ്ങൾ ബാഗിലേക്ക് തിരുകി. പുസ്തകങ്ങളുടെ അതിരുകൾ പോലും വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു നേരമെങ്കിലും ആരെയും കാണാതെ ആരോടും സംസാരിക്കാതെ ഈ ലോകത്ത് നിന്ന് ഒളിച്ചിരിക്കണം. ഇന്ന് പകൽ നടന്ന സംഭവങ്ങൾ, ആ ബയോളജി സാറിൻ്റെ ഭീഷണി, ഫോണിലെ അജ്ഞാത സന്ദേശം, ഇതെല്ലാം കൂടി അവളുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. അവൾ ബാഗ് തോളിലിട്ട് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയതും മുന്നിൽ ഒരാൾ. പാറു! പെട്ടെന്നുള്ള ആ വിളിയിൽ അവൾ ഞെട്ടിപ്പോയി. തലയുയർത്തി നോക്കിയപ്പോൾ സിദ്ധാർത്ഥും അമലും. അവർ ഡെസ്കിൻ്റെ അരികിൽ അവൾ വരുന്നത് കാത്തു നിൽക്കുകയായിരുന്നു. പാറുവിൻ്റെ നെഞ്ചിൽ ഒരു വലിയ ഭാരം കയറി. വീണ്ടും ചോദ്യങ്ങളോ? വീണ്ടും എന്തെങ്കിലും അറിയാനുള്ള ആകാംക്ഷയോ? ഒരു നിമിഷം അവൾക്ക് ഓടി രക്ഷപ്പെടാൻ തോന്നി. എന്താ? അവൾ വല്ലാതെ പണിപ്പെട്ട് ചോദിച്ചു. ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിപ്പോയിരുന്നു. സിദ്ധാർത്ഥും അമലും പരസ്പരം ഒന്ന് നോക്കി. അമലിൻ്റെ കണ്ണുകളിൽ ഒരു തരം സങ്കടവും സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിൽ ഉറച്ച തീരുമാനവുമായിരുന്നു. സിദ്ധാർത്ഥ് ഒന്ന് ശ്വാസം വിട്ടു. എന്നിട്ട് പതിയെ പറഞ്ഞു, പാറു, ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് വീട്ടിൽ പോകണം, വൈകി. പാറുവിൻ്റെ ശബ്ദത്തിൽ പരിഭ്രമം പടർന്നു. 5 മിനിറ്റ് മതി പാറു, പ്ലീസ്, അമൽ വളരെ ശാന്തമായി പറഞ്ഞു. ക്ലാസ് മുറിയിലെ ബാക്കിയുണ്ടായിരുന്നവരും പുറത്തേക്ക് പോയി. ആ വലിയ മുറിയിൽ പെട്ടെന്ന് ശൂന്യത നിറഞ്ഞു. പാറു അവിടെ നിൽക്കാൻ പോലും കഴിയാതെ അസ്വസ്ഥതയായി. അവളുടെ വിരലുകൾ തമ്മിൽ മുറുക്കി പിടിച്ചു. പാറു, സിദ്ധാർത്ഥ് തുടങ്ങി വെച്ചു, നിനക്കെന്തോ വലിയൊരു പ്രശ്നമുണ്ട്. അത് നീ ഒളിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അവൾ ഉടനെ മുഖം തിരിച്ചു. കണ്ണ് നനയാൻ തുടങ്ങിയത് അവൾ ശ്രദ്ധിച്ചു. ഇല്ല, അവൾ പറഞ്ഞത് നുണയാണെന്ന് അവൾക്ക് തന്നെ അറിയാമായിരുന്നു. കള്ളം. സിദ്ധാർത്ഥിൻ്റെ ശബ്ദത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. അവൾ ഒന്ന് വിറച്ചുപോയി. അമൽ അല്പം കൂടി അടുത്തു വന്ന് പറഞ്ഞു, പാറു, ഞങ്ങളോട് പറയണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ എന്തെങ്കിലും ഉള്ളിൽ വെച്ച് നീ ഇങ്ങനെ ഉരുകിത്തീരരുത്. നിന്നെ ഞങ്ങൾക്കറിയാം. നീ ഇങ്ങനെയൊക്കെ ഉരുകിത്തീരേണ്ട ഒരു ജന്മമല്ല. പാറു മിണ്ടുന്നില്ല. ഓരോ വാക്കും കേൾക്കുമ്പോൾ അവളുടെ ഉള്ളിൽ സങ്കടം അണപൊട്ടാൻ തുടങ്ങിയിരുന്നു. എല്ലാം ഒറ്റയ്ക്ക് സഹിക്കേണ്ട കാര്യമില്ല പാറു, സിദ്ധാർത്ഥ് വീണ്ടും തുടർന്നു. ചില കാര്യങ്ങൾ പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ പറഞ്ഞാൽ ആ ഭാരം ഒന്ന് കുറയും. ആ വാക്കുകൾ, അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി.
ആരും ഇതുവരെ തന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എപ്പോഴും എന്താ ഇങ്ങനെ, എന്താ പഠിക്കാത്തത് എന്ന് ചോദിക്കുന്നവർക്കിടയിൽ തൻ്റെ ഭാരത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരെങ്കിലും വന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എനിക്കൊന്നുമില്ല, അവൾ വീണ്ടും പറഞ്ഞു. ഇത്തവണ അവളുടെ ശബ്ദം കരച്ചിലിൻ്റെ വക്കിലായിരുന്നു. വിറയ്ക്കുന്ന ശബ്ദം അവൾക്ക് മറയ്ക്കാൻ കഴിഞ്ഞില്ല. അമൽ പെട്ടെന്ന് ചോദിച്ചു, നീ കരയാറുണ്ടല്ലേ പാറു? ആ ചോദ്യം അവളുടെ നെഞ്ചിൽ തറച്ചു. അവൾ തല ഉയർത്തി അമലിനെ നോക്കി. ആ കണ്ണുകളിൽ നോക്കാൻ അവൾക്ക് വയ്യായിരുന്നു. നീ എപ്പോഴും ഒറ്റയ്ക്കാണ്. ആരും അടുത്തു വന്നാൽ പേടിക്കുന്നു. ആരെങ്കിലും സഹായിച്ചാൽ പോലും നീ അത് സ്വീകരിക്കുന്നില്ല. ഇത് സാധാരണയല്ല പാറു, അമൽ വേദനയോടെ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി. സിദ്ധാർത്ഥ് ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു. നിനക്കാരെയും വിശ്വാസമില്ലേ? വിശ്വാസം, ആ വാക്കിൻ്റെ അർത്ഥം പോലും അവൾക്ക് മറന്നുപോയിട്ടുണ്ടാകും. അവൾ പറയാൻ ശ്രമിച്ചു, ഞാൻ. പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. തൊണ്ടയിൽ കട്ട പിടിച്ച സങ്കടം അവളെ ശ്വാസം മുട്ടിച്ചു കളഞ്ഞു. എന്തായാലും പറയ് പാറു, ഞങ്ങൾ നിന്നെ ജഡ്ജ് ചെയ്യില്ല. ഞങ്ങൾ നിന്റെ സുഹൃത്തുക്കളാണ്, സിദ്ധാർത്ഥ് മൃദുവായി പറഞ്ഞു. അവൾക്ക് പൊട്ടിക്കരയാൻ തോന്നി. സങ്കടം അടക്കി പിടിച്ചതിൻ്റെ ഭാരം അവൾക്ക് ഇനിയും താങ്ങാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കാം, നീ പറയും മോളെ, അമൽ ഉറപ്പ് നൽകി. പക്ഷെ അവൾ വേഗത്തിൽ തലയാട്ടി. വേണ്ട പാറു, സിദ്ധാർത്ഥ് ചോദിച്ചു. അവൾക്കതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. താൻ തുറന്നു പറഞ്ഞാൽ അമലും സിദ്ധാർത്ഥും ഇല്ലാതാകുമെന്ന പേടി, ആ വീഡിയോ കാണിച്ചാൽ അവർക്ക് വരുന്ന വിപത്ത്, എല്ലാം കൂടി അവളെ തളർത്തി. ആരോടെങ്കിലും പറഞ്ഞാൽ അവർക്കും ദോഷം വരും. ആ ചിന്ത അവളിൽ ഭയം നിറച്ചു കളഞ്ഞു. നിങ്ങൾ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടണ്ട, അവൾ അലറുന്നതുപോലെ പറഞ്ഞു. എന്ത്? സിദ്ധാർത്ഥ് വിട്ടില്ല. പ്ലീസ്. അവളുടെ ശബ്ദം പൊട്ടിപ്പോയി. അവൾക്ക് നിൽക്കാൻ വയ്യായിരുന്നു. പ്ലീസ്, എന്നെ വെറുതെ വിടൂ. അടുത്ത നിമിഷം അവൾ പൊട്ടിക്കരഞ്ഞു. ഇത്രയും കാലം ഉള്ളിൽ പൂഴ്ത്തിവെച്ച വേദനകൾ എല്ലാം ഒന്നിച്ച് പുറത്തേക്ക് ഒഴുകി. അവൾക്ക് ചുറ്റും ഒരു ചുമരുണ്ടായിരുന്നു. അത് തകർന്നു വീഴുകയായിരുന്നു. എനിക്കാരുമില്ല, അവൾ തേങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും പറയാൻ ആരുമില്ല. ആരും കേൾക്കില്ല, ആരും വിശ്വസിക്കില്ല. അവളുടെ ശരീരം മുഴുവൻ വിറയ്ക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് കൂടുതലൊന്നും ചിന്തിച്ചില്ല. അവൻ അവളുടെ അടുത്ത് ചെന്ന് അവളുടെ തോളിൽ കൈവച്ചു. ആ കൈവെള്ളയിലെ ചൂട് അവൾക്ക് വല്ലാത്തൊരാശ്വാസം നൽകി. ഹേയ്, നീ ഒറ്റയ്ക്കല്ല പാറു, സിദ്ധാർത്ഥ് പറഞ്ഞു. അവൻ ആശ്വാസത്തോടെ അവളെ നോക്കുമ്പോൾ അല്പം മാറി നിന്ന അമൽ ആ കാഴ്ച കണ്ട് നിന്നു. അമലിൻ്റെ കണ്ണിലും കണ്ണുനീരുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരുന്നു, പാറുവിൻ്റെ പ്രശ്നം വെറും പഠനമോ വീട്ടിലെ കാര്യമോ അല്ല. അവൾ ഭയാനകമായ എന്തോ ഒന്നിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അത് കണ്ടെത്താതെ അവളെ ഒന്ന് സ്പർശിക്കാൻ പോലും അവർക്ക് കഴിയില്ല. ആ രാത്രിയിൽ അമലും സിദ്ധാർത്ഥും ആദ്യമായി ഒരു കാര്യം ഉറപ്പിച്ചു. പാറുവിനെ രക്ഷിക്കണമെങ്കിൽ ആദ്യം അവളുടെ പേടി എന്താണെന്ന് കണ്ടെത്തണം. പക്ഷേ അവർക്കറിയില്ലായിരുന്നു ആ നിമിഷം പാറുവിൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ ഫയൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന്. മുൻപത്തേക്കാളും ക്രൂരമായ, അവളെ കൂടുതൽ തകർക്കുന്ന ഒന്നായിരുന്നു അത്.